അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിപ്പിക്കുകയും ലോകത്തെ അതിശയിപ്പിക്കുകയും ചെയ്ത ഒരു സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ഇബ്നു സൽമാൻ ഇറാനിലേക്ക് നടത്തിയത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സന്ദർശനമാണ് എന്ന് ലോകത്താകമാനമുള്ള മീഡിയകൾ ഇതിനെ വിലയിരുത്തുകയും ചെയ്തു. മുൻപ് ഏറെക്കുറെ ഇങ്ങനൊരു സന്ദർശന സാധ്യതയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പുറത്തു വന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും ഉണ്ടായിട്ടില്ല. എത്തുന്നതിൻ്റെ തലേ ദിവസമാണ് സൗദി മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഇറാൻ്റെ ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത്. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈനിക കമാൻഡറും ഇറാൻ സന്ദർശിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന തരത്തിൽ. എന്താണ് ഇറാനിൽ സൗദി അറേബ്യക്ക് കാര്യം? ഇതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായി ഇന്ന് നിലനിൽക്കുന്നത്. 15 വർഷമോ അതിൽ കൂടുതലോ ഇറാനും സൗദി അറേബ്യയും മുഖാമുഖം യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും പല മേഖലകളിലും ഏറ്റുമുട്ടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും പ്രോക്സി വിഭാഗമാണെങ്കിൽ പോലും പരസ്പരമുള്ള നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലാണ് ഇറാന്റെയും സൗദി അറേബ്യയുടെയും നയങ്ങളും നിലപാടുകളൊക്കെ. ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് മേഖലയിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഇറാനും സൗദി അറേബ്യയും സന്ധി ചേർന്നു അല്ലെങ്കിൽ യോജിച്ചു എന്ന വിഷയം. ഈ വിഷയത്തോടനുബന്ധിച്ച് അതിൻ്റെ തുടർച്ചകൾ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് 3 തരത്തിൽ ഉച്ചകോടി സൗദി അറേബ്യ വിളിച്ചു ചേർത്തു ജിദ്ദയിൽ. അതിലെല്ലാം ഇറാന്റെ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന നേതാക്കൾ 2 പ്രാവശ്യം സന്ദർശിച്ച് 2 പ്രാവശ്യം പങ്കെടുത്തത് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി തന്നെയായിരുന്നു. മരണപ്പെട്ടു പോയിരിക്കുന്ന അദ്ദേഹമാണ് പങ്കെടുത്തത്. 1 പ്രാവശ്യം വിദേശകാര്യമന്ത്രി അടക്കമുള്ള ഒരു സംഘവും പങ്കെടുത്തു. അങ്ങനെ ഏറെക്കുറെ അവർ യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും രീതിയിലേക്ക് എത്തി എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വെക്കുന്ന നിലപാടുകളും സമീപനങ്ങളും അത് ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ എണ്ണിപ്പറഞ്ഞ രാജ്യമാണ് ഇറാൻ. എന്നാൽ അത് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹമാസിന്റെ ആക്രമണത്തോടു കൂടിയാണ് അത് ഒന്നുകൂടി ബലപ്പെടുകയും അതോടനുബന്ധിച്ച് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വളരെ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയിൽ വെച്ച് പറയുകയും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കരുതുന്ന പോലെ ഒരു ഫലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ഇതിനെ ചെറുതാക്കാൻ പാടില്ല. അവരെ മാത്രമേ ഇസ്രായേൽ ആക്രമിക്കൂ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കാനും പാടില്ല. വിപുലവും വ്യാപകവുമായിരിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ഫലസ്തീന് നേരെ തോക്ക് ചൂണ്ടാറുള്ളത്. അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും വളരെ വളരെ വലുതാണ്. അത് എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുമിച്ച് നിൽക്കാതെ ഒരിക്കലും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ ആരാണോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം റൈസി പറഞ്ഞിരുന്നത്. പക്ഷെ അത് ചർച്ചയിൽ വന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അത് അവർ തന്നെയുള്ള 50-ലധികം 58ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത അറബ് മുസ്ലിം ഉച്ചകോടിയായിരുന്നു ജിദ്ദയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽപ്പെട്ട രാജ്യങ്ങളുടെ ഒരു രഹസ്യമായിരിക്കുന്ന ഒരു സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ വെച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഒരു ഏകോപന തീരുമാനത്തിലൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യങ്ങൾ വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്. അതിന് ഒരുപാട് രാജ്യങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഈ സാമ്രാജ്യം ഞങ്ങൾ വിപുലീകരിക്കുക എന്ന് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തോടനുബന്ധിച്ച് അതിൻ്റെ ചിത്രങ്ങൾ രാഷ്ട്രീയ ഭൂപടം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ ഫലസ്തീൻ്റെ ഏകദേശം മുഴുവൻ പ്രദേശങ്ങൾ അതിൽപ്പെടും. അത് വെസ്റ്റ് ബാങ്ക് പോലും ഒഴിവാക്കാത്ത രീതിയിലാണ് തങ്ങളുടെ വിപുലമായിരിക്കുന്ന സംവിധാനം എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൽ ലെബനാൻ പെടുന്നുണ്ട്, ജോർദാൻ പെടുന്നുണ്ട്, സിറിയ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും
എന്ന് പറയാം. സൗദി അറേബ്യ മാത്രമല്ല, ഈ ഇറാഖിൻ്റെ ചില ഭാഗങ്ങളും അതോടൊപ്പം സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ഈ പ്രദേശങ്ങൾ വിപുലമാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യമാണ് എന്നായിരുന്നു പ്രസ്താവിച്ചത്. മുമ്പ് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെ ശരിയാക്കി. നിങ്ങൾ കരുതുന്ന പോലെ ഫലസ്തീനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു യുദ്ധ സംവിധാനങ്ങളൊന്നുമല്ല ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. വിപുലമായിരിക്കുന്ന സംവിധാനങ്ങളോട് കൂടി അറബ് മുസ്ലിം രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞത് ഏറെക്കുറെ ഇപ്പോൾ കൃത്യമായി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളും നിലപാടുകളും രീതികളും തന്നെയാണ് ഇപ്പോൾ 3 യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ഉക്രൈനെ സഹായിക്കുന്നു, പരസ്യമായി സഹായിക്കുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് റഷ്യയുടെ സൈന്യം അങ്ങനെ പ്രതിരോധിച്ച് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ അമേരിക്ക ഉണ്ട്. ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്നു അമേരിക്ക. പിന്നീട് വരുന്ന 3ാമത്തെ യുദ്ധം യമനുമായിട്ടുള്ളതാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അത് മറ്റു പ്രോക്സി വിഭാഗമല്ലാത്ത രീതിയിൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു, യമനെ ആക്രമിക്കുന്നു, യമൻ അങ്ങനെ തന്നെ തിരിച്ചടിക്കുന്നു. അവർ തമ്മിൽ അങ്ങനെ നടക്കുന്നു. ഇവ 3 യുദ്ധത്തിലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട്. ഇവിടെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സാമ്പത്തിക തകർച്ചയിൽ അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഈജിപ്തിന് മാത്രമല്ല, അതിനപ്പുറം യൂറോപ്യൻ രാജ്യങ്ങൾക്കും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിന് അമേരിക്കയുടെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയോടൊപ്പം അറബ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നില്ല. ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അറബ് രാജ്യവും തങ്ങളോടൊപ്പം സഹകരിക്കുന്നില്ല എന്നുള്ള പരാതി ജോ ബൈഡന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ട്രംപിന്റെ കാലത്ത് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് നേർക്കുനേരെ ഞങ്ങൾ തന്നെ നോക്കാം എന്ന തരത്തിലുള്ള യുദ്ധരീതികളൊക്കെ യമനുമായി കൊണ്ട് ഇപ്പോൾ ഈ അമേരിക്ക നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഇതിനെ സഹകരിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രയാസമായിട്ട് അമേരിക്ക നിലനിൽക്കുന്നു. അതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടെ ഒരു 4 ദിവസം മുമ്പ് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിക്കാം എന്നുള്ളൊരു നിലപാടിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ഔദ്യോഗികമല്ലെങ്കിൽ പോലും. കാരണം 2-ലധികം തവണ സൗദി അറേബ്യ അമേരിക്കയോടും UN സഭയിലും സമാധാനപരമായിരിക്കുന്ന ആണവായുധത്തിന് തങ്ങൾക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമയത്തെല്ലാം അമേരിക്ക അതിന് എതിര് നിൽക്കുകയാണ് ചെയ്തത്. ആണവായുധമില്ലെങ്കിൽ വലിയ വിഷയങ്ങൾ മേഖലയിൽ ഉണ്ടാവും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ആക്രമണം നടത്താൻ അമേരിക്കക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം അവരുടെ കൈവശത്തിലുണ്ട് എന്നതിനാലാണ്. ഇങ്ങനത്തെ വലിയൊരു വിഷയം ഇപ്പോൾ അവർക്കിടയിൽ നിലനിൽക്കുന്നതിനാൽ ഏറെക്കുറെ തങ്ങളുമായിട്ട് സഹകരിച്ച് നിൽക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് ആണവായുധ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഫോർമുലകളോ രഹസ്യങ്ങളോ സംവിധാനങ്ങളോ കൊടുക്കാൻ വേണ്ടി ഏറെക്കുറെ രഹസ്യമായ രീതിയിൽ അമേരിക്ക തീരുമാനിച്ച തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇത് 2 രാജ്യവും അംഗീകരിച്ചിട്ടില്ല. ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടുമില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇത്തരമൊരു സംവിധാനങ്ങൾ സൗദി അറേബ്യ സ്വീകരിച്ചാൽ തങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ രീതിയിൽ അസ്തിത്വം ഉണ്ടാക്കാൻ സാധിക്കും എന്നവർ വിശ്വസിക്കുന്നില്ല. കാരണം പറയുന്നത് അവരുടെ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഏതൊരു ആയുധമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും പല ഘട്ടത്തിൽ അമേരിക്കക്ക് അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നൽകി എന്നതുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല. എന്നാൽ ആണവായുധം പോലെയുള്ള സംവിധാനമില്ലെങ്കിൽ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ എങ്ങനെ ശക്തിയായിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ചർച്ചകൾ ലോകാടിസ്ഥാനത്തെ ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് സൗദി അറേബ്യൻ ചർച്ച ചെയ്തത്. ഇറാനിൽ ഇത്രയും പ്രബലമായിരിക്കുന്ന ശക്തിയും ബലവും കിട്ടിയത് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റഷ്യയാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇറാന് നൽകുകയോ സഹായിക്കുകയോ ചെയ്തത്. അപ്പോൾ ഇവരിപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം അമേരിക്ക തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. കാരണം വെച്ചാൽ ഭാവി നീണ്ട വർഷത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് അമേരിക്കനേക്കാൾ എത്രയോ മെച്ചം എപ്പോഴും റഷ്യയും ചൈനയുമുള്ള ആ സംവിധാനമാണ്, കൂടെ ഇറാനുമുള്ള സംവിധാനമാണ്. അവർ നമ്മുടെ സംസ്കാരത്തിന് നേരെയും ആശയത്തിന് നേരെയും വിരൽ ചൂണ്ടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി കൂടെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. പല ഘട്ടങ്ങളിലും അവരെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സർവാധിപത്യമുള്ള രാജ്യമാണ് എന്നതിനാൽ അവർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റൊരു പോംവൈകളും പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എന്താണോ റഷ്യയിൽ നിന്ന് ഇറാന് ലഭിച്ചത് അത് ഇറാനിൽ നിന്ന് സൗദി അറേബ്യക്ക് ലഭിക്കണം.
ഇതാണ് ഇറാനും സൗദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും സമൂലമായിരിക്കുന്ന കാരണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇറാനുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ രാജ്യത്തിന് അഭിവൃദ്ധിയും ശക്തിയും നൽകുമെന്നും മേഖല സുരക്ഷിതത്വത്തിന് ഇത് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും ഇറാനുമായിട്ട് കൊമ്പ് കോർക്കുന്നത് ഒരിക്കലും ഗുണപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായിട്ടുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഈ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ അദ്ദേഹം ഈ ഇറാനിലെത്തുന്നു. ഇറാനിലെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു, അവിടുത്തെ ഈ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുമായിട്ട് ചർച്ച ചെയ്യുന്നു. പറയുന്ന സമയത്ത് 25 വർഷം കഴിഞ്ഞു സൗദി അറേബ്യയുടെ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് പ്രതിനിധി ഇറാൻ സന്ദർശിച്ചിട്ട്. അപ്പോൾ പൊടുന്നനെയുള്ള ഇപ്പോഴത്തെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാവുകയും അതോടൊപ്പം ഇറാനുമായി ചേർന്ന് നിന്നാൽ അതോടൊപ്പം തന്നെ റഷ്യയുമായും ചൈനയുമായും ഒക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, കൂടെ കൊറിയയുമായിട്ടും. അത് വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ സാധിക്കും എന്നതിൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് സൗദി അറേബ്യ ഇറാൻ സന്ദർശിച്ചത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.